ഓഫ് റോഡിങ് അത്ര സിമ്പിൾ പരിപാടിയാണോ? ഓഫ് റോഡിങ് അത്ര സിമ്പിൾ പരിപാടിയല്ല. കാരണം നമുക്ക് അതിലൊരു ഡെഡിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തേ പറ്റും. ഇതിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാറുള്ള എന്താണ്? ബി ഇൻഡിപെൻഡന്റ്. ജെൻഡർ എനിക്ക് ഒരിക്കലും ഒരു ഇത് വന്നിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ ഒരു വണ്ടിക്കൊക്കെ നമ്മുടെ they don't care. ഈ 5 ദിവസത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദിവസം ഏതായിരുന്നു? ഫസ്റ്റ് ഡേ ഇങ്ങനെ കാടും വെള്ളവും ഒക്കെ ആയിരുന്നു. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞു പിന്നെ പാറക്കല്ലും ഈ റെഡ് കളർ ഇങ്ങനെ ചെങ്കല്ലൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു ടെറൈനായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, ഇത്രയും സ്ലഷ് ഉണ്ട്, ഞാൻ എത്ര RPM കൊടുക്കണം, ഞാൻ എത്ര സ്പീഡിൽ വരണം, ഞാൻ എവിടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എത്ര ബ്രേക്ക് ചെയ്യണം, ഇതൊക്കെ നമുക്കൊരു മെന്റൽ പിക്ചർ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപർണയുടെ വണ്ടിക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്? എവറിഥിങ് ഇസ് മോഡിഫൈഡ്. എൻജിൻ തൊട്ട് ബോഡി നമ്മൾ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റോൾ കേജും ചേസും ബേസും മറ്റേ ഗിയർ ബോക്സും എല്ലാം നമ്മൾ മാറ്റി. ഏത് സ്റ്റേറ്റിൽ പോയാലും നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസും റെസ്പെക്റ്റും ഭീകരമാണ്. ടോപ്പിലാകുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നും പറ്റുന്നില്ല, വന്ന് അടിച്ചു വീഴും. ചിലപ്പോൾ നല്ലോണം നിന്ന് നമുക്ക് ഓടിച്ചും പോവാം, വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. ടോപ്പിൽ എന്തായാലും സംഭവിക്കും ഒരു ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയ ചാലഞ്ച് മെയിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് ഐ ഗോട്ട് 3rd place. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു ഓഫ് റോഡ്, ട്രെക്കിംഗ്, റേസിംഗ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപാട് പുരുഷമുഖങ്ങളായിരിക്കും. എന്നാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് ഓഫ് റോഡിങ് ഇവന്റ്സ് ആയ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത, വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഒരു മലയാളി പെൺകുട്ടിയുണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അല്ലേ? വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യട്ടെ അപർണ ഉമേഷ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എങ്കിൽ നമുക്ക് റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അത് ഞാൻ മനസ്സിലാക്കുന്നത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് ടാസ്കുകളാണ്, ഇന്ത്യയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാം എന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? അഞ്ചൽ RFC എന്ന് പറയുന്നത് തന്നെ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ഒരു ലാസ്റ്റ് കുറച്ച് ഇയേഴ്സ് ആയിട്ട് ഞാൻ പോയി കാണുന്ന ഒരു ഇവന്റാണ്. ചുമ്മാ ഗോയലാണ് ഇത്, ഇന്ത്യൻ സീരീസ് നടക്കുന്ന ഗോയലാണ്. RFC എന്ന് പറയുന്നത് മലേഷ്യൻ ഒരു പുള്ളിയാണ് ഇതിന്റെ ഒരു എന്താ പറയുക കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് അതിന്റെ ഗ്ലോബൽ സീരീസ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്നത് ഗോയലാണ്. എവറി ഇയർ ഞാൻ പോയി കാണും. അതൊന്ന് പോയി കണ്ട് ഒന്നെന്താ പറയാ, ഒന്ന് കൊതി കേട്ട് ഇങ്ങനെ വരും. കാരണം നമുക്കിത് എക്സ്പെൻസീവാണ്, ഇതൊരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് അവർ എക്സ്ട്രീം കാറ്റഗറി അല്ലാതെ മോഡിഫൈഡ് കാറ്റഗറി, സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഞാൻ നോർമലി ഓടിക്കുന്ന കോമ്പറ്റീഷൻ വണ്ടി ഉണ്ട്, അത് ഓടിക്കാവുന്നതാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വെച്ചോക്കെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. അപ്പൊ ഇത് ദ മൊമെന്റ് ദേ അനൗൺസ്ഡ് ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നോക്കട്ടെ, എനിക്കെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഫേസിൽ അതിനൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു, നമ്മളതിലേക്ക് രജിസ്ട്രേഷൻ ഒക്കെ നടത്തി. അതിനുശേഷം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയിരുന്നോ വേറെ ഒരു പെൺകുട്ടി പോലും ഇല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഒരേ ഒരാൾ, അപ്പോ വേണോ വേണ്ടയോ അങ്ങനെയുള്ള ഒരു ടെൻഷനോ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ജെൻഡർ ബേസ്ഡ് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ ലോക്കൽ ഇവന്റ്സിന് പോകുമ്പോഴും എനിക്കത് ശീലമാണ്. ഇപ്പൊ കുറച്ച് പെൺകുട്ടികൾ ഉണ്ടെങ്കിലും അത് ജെൻഡർ എനിക്ക് ഒരിക്കലും ഒരു ഇത് വന്നിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ ഒരു വണ്ടിക്കൊക്കെ നമ്മുടെ they don't care. ഒരാണാണോ പെണ്ണാണോ പുറകിലിരിക്കുന്നത് എന്നുള്ളത് അത് മനുഷ്യരുടെ പ്രശ്നമാണ്. ശരിക്കും ഒരു വണ്ടിക്ക് അതൊന്നും ഒരു വിഷയമേ ഇല്ല, നമ്മളുടെ സ്കില്ലാണ് അവിടെ വരേണ്ടത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു ഒട്ടും ഡൗട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്, ഇപ്പോൾ എക്സ്പെൻസ്, ഈ ഒരു 5 ദിവസം എന്ന് പറയുന്നത് ഞാൻ മെക്കാനിക്സിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട്. ഈ വണ്ടി അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം ഈ 5 ദിവസം സർവൈവ് ചെയ്യണമെങ്കിൽ. ഈ 5 ദിവസം ഇത്രയും ടെറൈനിൽ കൂടി ഓടിക്കുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഫാക്ടേഴ്സ് ആയിരുന്നു എന്നെ വറി ചെയ്തുകൊണ്ടിരുന്നത്. സോ ആക്ച്വലി ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ എനിക്കൊരു പേടിയായിരുന്നു, ചെയ്യാൻ പറ്റുമോ വെച്ചാൽ എല്ലാം ഒന്ന് ഒത്തു വരണമല്ലോ, എക്സ്പെൻസും എല്ലാം ഒക്കണ്ടേ. സത്യം. അതിനുവേണ്ടി കുറച്ച് നല്ലോണം വർക്ക് ചെയ്തു ഞാൻ. ഈ 5 ദിവസത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദിവസം ഏതായിരുന്നു? ഏത് ടെറൈൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? ഫസ്റ്റ് ഡേ ഇങ്ങനെ കാടും വെള്ളവും ഒക്കെ ആയിരുന്നു. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞു പിന്നെ പാറക്കല്ലും ഈ റെഡ് കളർ ഇങ്ങനെ ചെങ്കല്ലൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു ടെറൈനായിരുന്നു.
എനിക്ക് ശരിക്കും ഡിഫിക്കൾട്ട് എന്നുള്ളതല്ല, 4th ഡേ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് മെന്റലി ഞാൻ ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ പോയി, ഇത് സ്ട്രെസ്സും കൂടി ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ദിവസം മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ എക്സേർട്ട് ചെയ്യല്ലേ. അപ്പോൾ എനിക്ക് 4th ഡേ ആയപ്പോൾ നമ്മൾ നല്ലതായിട്ട് ടയേർഡായി. രാവിലെ എണീറ്റപ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ചേഞ്ച് നമുക്കറിയാലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചില ഒബ്സ്റ്റക്കിൾ കാണുമ്പോൾ പേടിയാവാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി അത് നമ്മുടെ മെന്റൽ, എനിക്ക് തോന്നുന്നു അത് മെന്റൽ എന്താ പറയുക സ്ട്രെങ്ത് ആണ്. നമ്മളങ്ങ് അതായിരുന്നു RFCയുടെ ഗെയിം ശരിക്കും. RFC എന്ന് പറയുന്നത് ആ ഗെയിമാണ്. നമ്മൾ മെന്റലിയും അതിന് എൻഡ്യോറൻസ്, മെന്റലി ഫിസിക്കലി നമ്മുടെ എൻഡ്യോറൻസിനെ ഇത് ചെയ്യും. അപ്പൊ അഖിലിന്റെ അടുത്ത് ചോദിക്കേണ്ടത് എന്തിനാ പേടിക്കുന്നത്, പാർട്ട്ണർ. എനിക്കറിയില്ല, ഇത്ര ചെറിയത് കണ്ടിട്ട് നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ര എക്സോസ്റ്റഡ് ആയിരുന്നു ദാറ്റ് ഐ വാസ് തിങ്കിങ് ഇത് ഓക്കെ ആവോ എന്നൊക്കെ. പക്ഷെ ഐ കംപ്ലീറ്റഡ് ഇറ്റ് എനിവേസ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡ് അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചു കാലം മുൻപേ ഒരു ഹാരിയറിന്റെ പരസ്യം, അദ്ദേഹം ഒരു വലിയ മലയുടെ മുകളിലേക്ക് ഹാരിയർ കയറ്റണ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്, നമ്മുടെ ഏത് കാറ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് വെഹിക്കിൾ വേണമെങ്കിലും ഇങ്ങനെ ഏത് മലയുടെ മുകളിലേക്കും എത്തിക്കാന്ന്. ഓഫ് റോഡിങ് അത്ര സിമ്പിൾ പരിപാടിയാണോ? ഓഫ് റോഡിങ് അത്ര സിമ്പിൾ പരിപാടിയല്ല. ഇപ്പോൾ പറഞ്ഞത് ഡോക്ടർ ഫഹദിനെ കുറിച്ചാണ്. കേരളത്തിലേക്ക് ആദ്യത്തെ RFC ട്രോഫി കൊണ്ടുവരുന്നത് പുള്ളിയുടെ ടീമാണ്. ഈസ് എൻ എക്സെപ്ഷണൽ ഡ്രൈവർ. നമ്മളെപ്പോഴും പോയി കണ്ട് പഠിക്കുന്ന ഒരു ഇതാണ്. പുള്ളി RFC ചാമ്പ്യൻ ആണ് ലാസ്റ്റ് ഇയർ. ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ഒരു ഒബ്സ്റ്റക്കിൾ നമ്മൾ അതിനെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൽ തന്നെ കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. നമ്മളെ ട്രാക്ക് കാണിക്കും. ആദ്യം നമ്മൾ ട്രാക്ക് നടന്ന് നോക്കി നമ്മളിങ്ങനെ ആലോചിച്ച് ഓക്കെ എൻ്റെ ടയർ എവിടെ വരണം, ഈ കല്ല് ഇവിടെ ഉണ്ട്, അപ്പൊ അങ്ങനെ ഞാൻ അത് തട്ടിയാൽ ചിലപ്പോൾ ഞാൻ ടോപ്പിലാവും. അപ്പൊ അങ്ങനെ വരെ നമ്മൾ എന്താ പറയുക, നമ്മൾ മെന്റലി അതങ്ങ് ബൈ ഹാർട്ട് ചെയ്യണം. ട്രാക്കിന്റെ വേയും പ്ലസ് എങ്ങനെ ഞാൻ ആ ഒബ്സ്റ്റക്കിളിനെ അപ്രോച്ച് ചെയ്യണം. കാരണം വണ്ടി കയറിയാൽ നമുക്കിത് കാണാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വിഷൻ, നമ്മുടെ ആ വിൻഷീൽഡും നമ്മുടെ ആ ഒരു ബോണറ്റിന്റെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പോയി ഇറങ്ങി ഡ്രൈവർക്ക് ഇറങ്ങി പറഞ്ഞു തരാം, പക്ഷെങ്കിലും നമുക്ക് നല്ല ബോധം വേണം. നമ്മുടെ ട്രാക്ക് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, ഇത്രയും സ്ലഷ് ഉണ്ട്, ഞാൻ എത്ര RPM കൊടുക്കണം, ഞാൻ എത്ര സ്പീഡിൽ വരണം, ഞാൻ എവിടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എത്ര ബ്രേക്ക് ചെയ്യണം. ഇതൊക്കെ നമുക്കൊരു മെന്റൽ പിക്ചർ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളിൽ അല്ലെങ്കിൽ ചലഞ്ചുകളിൽ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ 5 ദിവസവും നമ്മൾ ചെയ്യുന്നത്? ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, അങ്ങനെ നമുക്ക് തരുന്ന ടാസ്കുകൾ എന്തൊക്കെയാ? ഈ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ പേരന്റ്, അതായത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് മലേഷ്യയിലാണ്. അവിടെയാണ് ഇത് നടക്കുന്നത്. അവരുടെ ഗ്ലോബൽ സീരീസ് അക്രോസ് ദ വേൾഡ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഗോവയിലാണ് നടക്കുന്നത്. ആൻഡ് ലൈക്ക് എന്താ പറയുക, റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ തന്നെയുണ്ട് റെയിൻ ഫോറസ്റ്റ്, അതായത് നല്ല മൺസൂൺ, പീക്ക് മൺസൂണിലാണ് നടക്കുന്നത്. അപ്പൊ ഗോവ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബീച്ചും അങ്ങനത്തെ ഒന്നും അല്ല, ഇത് വേറെ സൈഡ് ഓഫ് ഗോവയാണ്. മൊത്തം കാടും ഭയങ്കര ഒരു എന്താ പറയാ ഡെൻസ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്നതും എന്താ പറയുക അങ്ങനത്തെ ടെറൈനാണ്. മൊത്തം വെള്ളവും ചെളിയും ഒക്കെ ആയിട്ടുള്ള ടെറൈനാണ് വരിക. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പല ഏരിയയിലായിട്ടാണ് നമ്മുടെ ട്രാക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചില ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണ്, അതായത് ഇപ്പോൾ ചെളിയും മറ്റേ എന്താ പറയുക കുറച്ചും കൂടെ കുഴഞ്ഞ വെള്ളവും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഇതായിരിക്കും വരിക. പിന്നെ ബാക്കി കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കല്ല് റോക്സ് കുറച്ച് അങ്ങനത്തെ ചെങ്കല്ലൊക്കെ ഉള്ള സൈഡും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ദീസ് ടെറൈൻസ്. ഈ പറയുന്ന 5 ദിവസവും നമ്മൾ ഓടിക്കേണ്ടത് പല ടെറൈനിലാണ്. ഒരു ദിവസം അപ്പോൾ അവർ ആദ്യമേ നമുക്ക് ലൊക്കേഷൻസ് തരും, ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, ഇത്ര കിലോമീറ്റർ അങ്ങനെ ഉണ്ടോ? ഇല്ല, കിലോമീറ്റർ വൈസ് അല്ല ഇത്. ചിലപ്പോൾ ഒരു ഹാർഡ്ലി 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ട്രാക്ക്. പക്ഷെ ആ ഒബ്സ്റ്റക്കിൾസ് ആണ് നമുക്കത് ഡിഫിക്കൽട്ട് ആക്കുന്നത്. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് RFC എന്ന് പറയുന്നത് സ്ക്രൂട്ടിനി ഡേ ആണ്. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ശരിക്കും ഇന്ത്യയിൽ നിന്നുള്ള അക്രോസ് ഇന്ത്യയിൽ നിന്നുള്ള വണ്ടികൾ വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക പല മോഡിഫൈഡ് വണ്ടികളും, ഈ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ എന്താ പറയുക കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. എത്ര നല്ലോണം നമുക്ക് ഇത് ഓടിച്ച് തീർക്കാൻ പറ്റും അങ്ങനെ. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഫുൾ പല വണ്ടികൾ കാണാം, പല സ്റ്റേറ്റിൻ്റെ വണ്ടികൾ കാണാം. സ്ക്രൂട്ടിനി ഡേക്ക് ഇവരത് ചെക്ക് ചെയ്യും. അതായത് ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ റോൾ കേജ് വേണം. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ മറിഞ്ഞു എന്ന് വെക്കുക, നമ്മൾ ഉള്ളിൽ ക്രഷ് ആയി പോവാതിരിക്കാനാണ് ഈ റോൾ കേജ് വെക്കുന്നത്, സീംലെസ് പൈപ്പ് വെച്ചിട്ട് അത് വേണം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യണം, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ട്. വലിയ സ്റ്റാൻഡേർഡ്സ് ഉള്ള കാര്യങ്ങളുണ്ട്. എല്ലാം അവർ ചെക്ക് ചെയ്യും. നമ്മുടെ വണ്ടി കേപ്പബിൾ ആണോ ഫോർ ദിസ് ചെക്ക് ചെയ്യും. അതാണ് ഡേ 1. പിന്നീടുള്ള ഡേയ്സ് നമുക്ക് 5ഉം 4ഉം ഒക്കെ ആയിട്ട് നമുക്ക് ഓരോരോ ഇവൻറ്റ്സ്, ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് ഉണ്ടാവുക.
അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഫസ്റ്റ് ഡേ നമുക്കൊരു 4 സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4 സ്റ്റേജും ഈ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ SS സ്പെഷ്യൽ സ്റ്റേജ് 1, സ്പെഷ്യൽ സ്റ്റേജ് 2 അങ്ങനെയാണ് വെക്കുക. അപ്പോൾ നമ്മളടുത്ത് പറയും SS1 ഈ ഏരിയയിലാണെന്ന് പറയും. ആ ഏരിയയിൽ നമ്മൾ പോകുന്നു, അവിടെയുള്ള ട്രാക്ക് നമുക്ക് ബ്രീഫ് കാണിച്ചു തരും. ഒരു വാക്കിംഗ് റെക്കെ നമ്മളെ കൊണ്ടുപോകും. അവിടുത്തെ ആള് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് കോഴ്സ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വഴി വരണം എന്നൊക്കെ അവർ പറഞ്ഞു തരും. നമ്മൾ നടന്നു നോക്കും. നടന്നു നോക്കി ട്രാക്ക് ഒന്ന് മനസ്സിലാക്കി അത് ഓടിക്കാൻ ഇറങ്ങും. ഓടിക്കാൻ ഇറങ്ങുന്നത് അവർ പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, സ്റ്റാർട്ട് ഓർഡർ വെച്ചിട്ടാണ് ഇറങ്ങുക. അപ്പൊ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഇറങ്ങണായിരിക്കും, സെക്കൻഡ് ഇറങ്ങണായിരിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടം കൊണ്ടാണ്. നമ്മുടെ ലക്ക് ബേസും കൂടി ഉണ്ട് അതിൽ. അപ്പൊ അത് ഓടിച്ച് തീർക്കണം. അപ്പൊ അങ്ങനെ 4 സ്റ്റേജും തീർക്കണം. സെക്കൻഡ് ഡേ ആകുമ്പോൾ 5 സ്റ്റേജസ് ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത ദിവസം 5 സ്റ്റേജസ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി വരുന്നത്. ഫൈനൽ ഡേ ആണ് 3 സ്റ്റേജ് ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു വീക്ക് ലോങ് ആക്ടിവിറ്റി. ഇത് പലർക്കും ഇത് ഹാഫ് വേ ഒക്കെ ഇത് വേണ്ടാന്ന് വെച്ച് മടങ്ങി പോകുന്നവരുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. അതാണ് ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ലോങ് ഫോമാറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഞ്ചുറീസ് വരാം. ചിലപ്പോൾ ചിലരുടെ കൈയൊടിഞ്ഞും കാലൊടിഞ്ഞും ഒക്കെ ഇഞ്ചുറി പറ്റി പോകുന്നവരുണ്ട്. ചിലർക്ക് വണ്ടിക്ക് പ്രശ്നം പറ്റി, ഇപ്പോൾ ടോപ്പിലായി, അല്ലെങ്കിൽ ടോപ്പിലായാലൊന്നും കുഴപ്പമില്ല, പക്ഷെ മേജർ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതൊരു ശരിക്കും ആ ഒരു ഇത്രയും ദിവസം സർവൈവ് ചെയ്യാം, നമ്മളും സർവൈവ് ചെയ്യണം, വണ്ടി സർവൈവ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഈ വണ്ടിയുടെ മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞില്ലേ, അപർണയുടെ വണ്ടിക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്? ഏതാണ് വണ്ടി? ഓക്കെ, എൻ്റെ വണ്ടി ഒരു CJ500 ആണ്. പണ്ടത്തെ വണ്ടിയാ, പക്ഷെ അതിന്റെ പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. കാരണം നമ്മുടെ എവറിഥിങ് ഇസ് മോഡിഫൈഡ്. എൻജിൻ തൊട്ട് ബോഡി നമ്മൾ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റോൾ കേജും മറ്റേ ചേസും ബേസും മറ്റേ ഗിയർ ബോക്സും എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ഇവന്റിന് ഇറങ്ങുമ്പോൾ കോമ്പറ്റീഷൻ സ്പെക്ക് എന്ന് അതിനെ പറയുന്നത് തന്നെ പ്രോജക്റ്റ് കാർ പോലെ ഉണ്ടാക്കുന്നത്. ഓരോരോ എന്താ പറയാ പാർട്സും നമ്മൾ സോഴ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയാ ഈസിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റോഡ് സേഫ് അല്ല, നമ്മൾ റോഡിൽ ഇറക്കുകയില്ല. നമ്മൾ ഒട്ടും റോഡ് സേഫ് അല്ല ഇത്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു ട്രാക്കിലേക്കൊക്കെ പോകുമ്പോൾ, ഇപ്പൊ ഞാൻ ഗോവയിൽ പോയതൊക്കെ ട്രക്കിലും ഫ്ലാറ്റ് ബെഡ്സിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. അത് എത്ര അടുത്താണെങ്കിലും നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പ്രശ്നമില്ല റോഡില്. ദിസ് ഇസ് ഓൺലി ഫോർ ഓഫ് റോഡ് ആണ്. ഇത് ഇത്രയും കേട്ടപ്പോഴേ ഇതിലൊരു ഭയങ്കരമായ എക്സ്പെൻസ് ഒരു സൈഡില്, വണ്ടി മോഡിഫിക്കേഷൻ തൊട്ട് ഈ വണ്ടി ഒരു കോമ്പറ്റീഷൻ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് തൊട്ട് എല്ലാം എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഒരു സാധാരണക്കാരന് ഈ ബഡ്ജറ്റ് താങ്ങാൻ പറ്റുമോ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ശരിയാണ്. ഇതൊരു എക്സ്പെൻസീവ് സ്പോർട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമല്ലോ, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ എനിക്കും കമന്റ്സ് വരാറുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര എഫ്ലുവൻറ്റ് ഫാമിലി നിന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ബാക്കി ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐ തിങ്ക് ഐ എം ദി ബെസ്റ്റ് എക്സാമ്പിൾ. ഞാനൊരു 9 to 5 നോർമൽ ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു വർഷമായിട്ടാണ് ഇപ്പോൾ ഫ്രീലാൻസ് എന്നുള്ള മോഡിലേക്ക് മാറി. പക്ഷെ എന്നാലും ഐ എം വർക്കിംഗ്. നമുക്ക് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് ഫ്യൂൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും എക്സ്പെൻസീവാണ്. വണ്ടിയുണ്ട്, ഒരു ഇവന്റ് പോണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ അവിടെ ഈ ഇപ്പൊ RFCയുടെ കേസിൽ പറയുമ്പോൾ ഈ 5 ദിവസം ഞാൻ മെക്കാനിക്സിനെ കൊണ്ടുപോകണം. അവരുടെ ഒരു കോസ്റ്റ് ഉണ്ട്, അവർക്ക് സ്റ്റേ കൊടുക്കണം. നമുക്കൊരു ടീം ഉണ്ടാവും, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, നമുക്കൊരു മാനേജർ ഉണ്ടാവും. കാരണം എല്ലാം പോയി നോക്കണ്ടേ. അപ്പോൾ ഇത്രയും പേരുടെ നമുക്ക് എക്സ്പെൻസ് എടുക്കണം. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഞാനിപ്പോൾ RFCക്ക് ഒരു 3 months മുൻപ് ഐ വർക്ക് ലൈക്ക് ക്രേസി ടു അഫോർഡ് ദിസ്. പക്ഷെ അതൊരു സന്തോഷമാണ്. നമുക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻ. നമ്മളിതിനെ ഒരു പാഷനായിട്ട്, നമ്മുടെ ഒരു ഹോബി ആയിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം, നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് വേണം. ഇതൊക്കെ നിർബന്ധമായിട്ട് വേണം, ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റയാൾ യുദ്ധം നടത്തുന്ന അവസ്ഥയാവും. എങ്ങനെയാണ് അപർണയുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ഒരു ഹോബിക്ക്? എൻ്റെ 2 വീട്ടുകാർ, അതായത് എൻ്റെ ഇൻലോസ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും ഭയങ്കര എന്താ പറയാ എന്നെക്കാളും എന്തൂസിയാസ്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് വരുമ്പോൾ ട്രോഫി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്നൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കാര്യത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തല്ല് പിടിച്ചാലും ചെയ്യും. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ, നമുക്കൊരു സമാധാനത്തോടെ നമ്മൾ സന്തോഷത്തോടെ ചെയ്യണ്ടേ. ഇപ്പൊ ഞാൻ ഒരു ഇഞ്ചുറി ആയിട്ട് വീട്ടിൽ വന്നാലും
അവര് അത്രയും നോക്കും, ഭയങ്കര കാര്യമാണ്. അഖിൽ അച്ഛനൊക്കെ സ്പോർട്സിൽ തന്നെയായിരുന്നു ആള്. അപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഭയങ്കര, അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ രണ്ടമ്മമാരും പ്രാർത്ഥിച്ചിങ്ങനെ കാരണം ഇവന്റ്സ് ഒക്കെ കാണുമ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോഴേ അവർക്ക് ഇങ്ങനെ ടെൻഷനാ. പക്ഷെ വെരി സപ്പോർട്ടീവ്. അഖിലിനും വണ്ടികളോട് ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്. കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴും കുറച്ചായിട്ടേ ഉള്ളൂ. അവനും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. ഈ അപർണ ഉമേഷ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള ഗംഭീര വീഡിയോസ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. ശരിക്കും ഈ സ്പോട്ട് ഭയങ്കര ഗ്ലാമറസ് ആണോ? ഈ ഒട്ടും ഗ്ലാമറസ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് ഫോട്ടോസ് ആണ്, വീഡിയോസ്, ചില കുറച്ച് മൊമെന്റ്സ് നമുക്ക് കിട്ടുന്നതല്ലേ നമ്മൾ ഇടുന്നത്. ശരിക്കും ഇമാജിൻ ഇപ്പോൾ RFC അല്ലെങ്കിൽ എനി ഇവന്റ്, ഇവിടുത്തെ ലോക്കൽ ഇവന്റ് ആണെങ്കിലും ചിലപ്പോൾ അവർ ഇവിടത്തേക്ക് ലോക്കൽ ഇവന്റ്സ് 6 AM 7 AM ഒക്കെ ആയിരിക്കും നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം വരാം. നമ്മൾ ആ സമയം തൊട്ട് നമ്മുടെ ഇവന്റ് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴേ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് ഫുഡ് ആണെങ്കിലും എന്ത് ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. ഫുഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഫിസിക്കലി ടയറിങ് ആണ്. വെയിലും മഴയൊക്കെ കൊണ്ട് നമ്മൾ എത്ര മഴയത്താണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല, എത്ര ഹാഷ് ക്ലൈമറ്റ് ആണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല. ഗോവയിലായിരുന്നപ്പോൾ ഗോവ മൺസൂൺസ് എങ്ങനെ വെച്ചാൽ പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. മഴ പെയ്ത് ഒരു 5 മിനിറ്റിൽ നല്ല വെയിലും വരും. അപ്പൊ അങ്ങനത്തെ ഒരു മിക്സ് ക്ലൈമറ്റ്. അപ്പോഴേക്കും നമുക്ക് ഹെൽത്തും മോശമാവും. അതുകൊണ്ട് ഇത് ഒട്ടും ഗ്ലാമറസ് അല്ല. ഇതിനോട് നല്ലൊരു ക്രേസ് ഉള്ളവർക്ക്, നല്ല പാഷൻ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാം. അല്ലാത്തവർ ഒരു ദിവസം വന്നിട്ട് തിരിച്ചു പോകും. ബിക്കോസ് യു നോട്ട് സർവൈവ്. നമുക്ക് അതിനോട് അത്രയും ഭ്രാന്തമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. RFC കഴിഞ്ഞു കഴിഞ്ഞാൽ അപർണ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ ട്രക്കിംഗ് ഇവന്റ് ഏതായിരുന്നു? ഒരു ട്രാക്ക് എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് ഷെർപ്പ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് കാക്കനാട് വെച്ച് നടന്നൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. കാക്കനാട് വെച്ച്? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അക്രോസ് കേരള ഇഷ്ടം പോലെ ഒരു മന്തില് എന്തായാലും ഒരെണ്ണെങ്കിലും ഉണ്ടാവും. കാക്കനാട്, അങ്കമാലി, തൃശ്ശൂർ എല്ലായിടത്തും നടക്കാറുണ്ട്. കോഴിക്കോട് നടക്കാറുണ്ട്. ഞാൻ മിക്കയിടത്തും പോയിട്ടുണ്ട്. കാക്കനാടത്തെ ട്രാക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സ്പെസിഫിക് പറയാന്ന് വെച്ചാൽ അത് നല്ല ലെങ്തി ആയിരുന്നു, ഒബ്സ്റ്റക്കിൾസ് നല്ല കൂടുതലായിരുന്നു. അപ്പൊ എനിക്ക് സ്പീഡ് അത്രയും ഇഷ്ടം ഇല്ല. എനിക്ക് അത്രയും ത്രില്ല് തരുന്ന സ്പീഡല്ല, ഒബ്സ്റ്റക്കിൾസ്. ഓരോ ഒബ്സ്റ്റക്കിൾ കഴിയുമ്പോഴും എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒരു ട്രാക്ക് അളക്കുന്നത്. എനിക്ക് സ്പീഡ് അത്ര ഇതില്ല. അപ്പോൾ ഈ ഷെർപ്പ ചാലഞ്ച് ചെയ്തവർക്ക് ബാക്ക് ടു ബാക്ക് ഇതായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു. ഒരു ഇറക്കം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു വരുമ്പോഴേക്കും ആർട്ടിക്കുലേഷൻ ഉണ്ടാവും. ആർട്ടിക്കുലേഷൻ വരുമ്പോൾ ഒരു ടയർ ഇങ്ങനെ പൊങ്ങി നിൽക്കും, അടുത്ത ടയർ ഇങ്ങനെ നമ്മൾ ചരിച്ചു കൊണ്ടുപോകണം. അപ്പം അങ്ങനത്തെ ഓരോ ടെക്നിക്കൽ ട്രാക്സ് ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അതിൽ ഇപ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ലേഡീസ് കാറ്റഗറി മാത്രമല്ല, ഡീസൽ കാറ്റഗറി, മെയിൽ കാറ്റഗറിയിലും കൂടെ ഞാൻ ഓടിക്കാറുണ്ട്. അപ്പോൾ ഈ മെയിൽ കാറ്റഗറിയിൽ അറൗണ്ട് 40 സംതിങ് വണ്ടികളുണ്ടായിരുന്നു. അതിൽ 28 വണ്ടിയെ ഒരു ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളൂ. അതിലൊരു വണ്ടി എൻ്റെ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഹാഫ് ഓഫ് ദം കുഡ് നോട്ട് കംപ്ലീറ്റ്. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അവിടെ എത്തുന്നു, ആൾക്കാർ ടോപ്പിലാവുന്നു, അവിടെ എത്തുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് ടോപ്പിലാവരുതല്ലോ, നമ്മൾ മറിഞ്ഞു വീഴാതെ ഇത് എങ്ങനെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ച് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം അത് വളരെ ടെക്നിക്കൽ ആയിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. ഇതിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് അപർണ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാറുള്ളത് എന്താണ്? ബി ഇൻഡിപെൻഡന്റ്. കാരണം നിങ്ങൾക്ക് ഇതൊരു എക്സ്പെൻസീവ്, നമുക്ക് എന്ത് പാഷൻ ആയിക്കോട്ടെ, നമ്മുടെ എന്താണെങ്കിലും നമുക്ക് ഇതിന് എക്സ്പെൻസ് വരും. അപ്പോൾ അത് മീറ്റ് ചെയ്യാനുള്ള എന്താ പറയാ, നിങ്ങൾക്ക് അതിനുള്ള ഇത് വേണം. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോവാ. അപ്പോൾ യു മേക്ക് യുവർ മണി സേവ്. ഞാൻ എപ്പോഴും പറയും, ടൈമും എനർജിയും മണിയും ഒക്കെ സേവ് ചെയ്ത് put it into what you like. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഏത് മേഖലയിലായിക്കോട്ടെ, ഇത് വേണം എന്നില്ല, വേറെ എന്തൊക്കെ ഉണ്ട് അതിലേക്ക് ഇടാനുള്ളൊരു മനസ്സ്, അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതിലേക്ക് മനസ്സ് വെച്ച് നമ്മൾ ഇടുവാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ ഞാൻ ആ 9 to 5 ജോബ് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞില്ലേ, ആ സമയത്ത് Monday to Friday ഐ വർക്ക്. ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് ഞാൻ പോകും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന്. ചിലപ്പോൾ മൺഡേ മോർണിംഗ് ഞാൻ ഏതെങ്കിലും മലയുടെ മേലിൽ നിന്നായിരിക്കും റെഡി ആയിട്ട് ഓഫീസിലേക്ക് വരുന്നത്. സോ ഞാൻ ഉറക്കമില്ല, എനിക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ ആൾക്കാരോട് ചോദിക്കും നിനക്ക് പട്ടുണ്ടോ, എന്തിനാ ഉറങ്ങിക്കൂടെ സാറ്റർഡേ സൺഡേ. പക്ഷെ ദാറ്റ് ഇസ് വാട്ട് ഐ ലൈക്ക്. അപ്പോൾ എനിക്ക് ആ വീക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് ഈ സാറ്റർഡേ സൺഡേ ഞാൻ നല്ലോണം ഇങ്ങനെ ഒന്ന് പോയിട്ട് വരുമ്പോൾ ഞാൻ ഫ്രഷായി, പിന്നെ മൺഡേ ഞാൻ തുടങ്ങും. അപ്പം അതൊരു റൂട്ടീനായിട്ടാണ് വരിക. പിന്നെ ദർ ഓൾവേസ് വിൽ ബി പീപ്പിൾ ടു ജഡ്ജ് യു. അതെന്തായാലും ഉണ്ടാവും. അത് എല്ലാ ഫീൽഡിലും ഉള്ള പോലെ ഇതിലും ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ജഡ്ജ്മെന്റ് കേട്ടുകൊണ്ടിരുന്നത്
എന്താ പറയുക, ഓഫീസ് വീട് വീട് ഓഫീസിൽ നടക്കുന്നവരാ. അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ എന്താ ഈ ട്രാവൽ കൊണ്ടും ട്രെക്കിംഗ് കൊണ്ടും, ഞാൻ ട്രെക്ക് ചെയ്തിട്ടുണ്ട്, ട്രെക്കിംഗ് കൊണ്ടും ഒന്നും ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഇവർക്ക് മനസ്സിലാവില്ല. ദാറ്റ് ഈസ് ഓക്കെ. നിങ്ങൾക്ക് ഇറ്റ് ഡസന്റ് ഹാവ് ടു മേക്ക് സെൻസ് ടു ദം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു വർക്ക് ഫോർ ഇറ്റ്. രണ്ടും ജസ്റ്റിസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ ഫിറ്റ്നസ് ആണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപർണ നോക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? പേഴ്സണലി ഞാൻ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇതൊരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്. അതിന് നല്ല ഫിസിക്കലി ഡിമാൻഡിങ്ങും ആണ്. നമ്മൾ അത്രയും ഫോഴ്സ് എടുത്തിട്ട് നമ്മളൊരു കുഴിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ഇളകും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി മേ ബി ബിക്കോസ് ഓഫ് എൻ്റെ ബോഡിയുടെ നീഡായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്, കോർ ട്രെയിനിങ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഫോർ RFC ഞാൻ മൊത്തം ഒരു ട്രെയിനറിനെ കണ്ടുപിടിച്ചു. ഇതിനു വേണ്ടി മാത്രം ഞാൻ ഒരു ട്രെയിനറെ കണ്ടുപിടിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽസ് കുറവായിരുന്നു, വൈറ്റമിൻ ഡി കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുഡിലൂടെ ശരിയാക്കി. ഹീസ് എ ഡയറ്റീഷ്യൻ ഓൾസോ. അപ്പോൾ അത് അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ പോയ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മേജർ ആക്സിഡന്റോ അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് വിറ്റ്നസ് ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വന്ന് ടോപ്പിലാവുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നും പറ്റുന്നില്ല. വന്ന് അടിച്ചു വീഴും. ചിലപ്പോൾ നല്ലോണം നിന്ന് നമുക്ക് ഓടിച്ചും പോവാം, വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. അത്രയും നമ്മൾ വർക്ക് ചെയ്ത വണ്ടിയാണ്, കാറുകളാണെങ്കിൽ. പക്ഷേ ഉള്ളിലത്തെ ആൾക്ക് ചിലപ്പോൾ ഇമ്പാക്ട് വരാം. അപ്പോൾ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, കൈയോടിന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ നിയർ ടോപ്പിലേ ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ടോപ്പിലാവാനുള്ള ഒരു ഇതിലേക്ക് വന്നു. പക്ഷെ അത് ഭാഗ്യത്തിന് ടോപ്പിലായില്ല. പിന്നെ അന്ന് ഞാൻ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. തൃശ്ശൂർ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ആ സമയത്ത് പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ നെക്സ്റ്റ് ടൈം ഇറങ്ങി അതങ്ങ് മാറ്റണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതങ്ങ് വിട്ടുപോകും. നമ്മൾ ആ പേടി അങ്ങ് മാറ്റണം. നമുക്ക് ടോപ്പിൽ എന്തായാലും സംഭവിക്കും ഒരു ദിവസം, അതങ്ങ് ഫേസ് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയ ചാലഞ്ച് ഇതുപോലെ മെയിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് ഐ ഗോട്ട് 3rd place. അപ്പോൾ അതും എൻ്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. നോട്ട് ബിക്കോസ് ഞാൻ മെയിലിൽ ബിക്കോസ് ഐ കെയിം ത്രൂ ഇറ്റ്. ആ കഴിഞ്ഞ ഇവന്റിന്റെ ആ ഒരു ഫിയർ ഞാൻ അത് ബ്രേക്ക് ചെയ്ത് അടുത്ത ഇവന്റിൽ നല്ലോണം ചെയ്തു എന്ന് പറയുന്നത് അതും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ആലോചിക്കുമ്പോൾ ഒരു എനർജി ബൂസ്റ്റർ അങ്ങനത്തെ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സമാധാനിക്കും. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കണമല്ലോ. തീർച്ചയായിട്ടും അത് വളരെ ഒരു വലിയൊരു ടാസ്ക് ആണ്. ഇനിയിപ്പോ RFC എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? RFCയിൽ തന്നെ എക്സ്ട്രീം കാറ്റഗറി ഉണ്ട്. അതും നമ്മുടെ കാറ്റഗറിയും തമ്മിൽ ഡിഫറൻസ് വന്ന് വിഞ്ചാണ്. വിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിക് ഒരു മോട്ടർ വെച്ചിട്ട് നടത്തുന്ന ഒരു ഡിവൈസാണ്. അതായത് നമ്മൾ റിക്കവർ ചെയ്യാൻ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 90 ഡിഗ്രി ക്ലൈംബ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കോ ഡ്രൈവർ ഇറങ്ങി ഇതിലൊന്ന് എന്താ പറയുക വിഞ്ച് പുൾ ഔട്ട് ചെയ്ത് ഒരു മരത്തിലോ എന്തെങ്കിലും തൂക്കി നമുക്ക് മുകളിലോട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് വിഞ്ച് എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ. പക്ഷേ ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. അതിനൊരു 5-6 lakhs ഒക്കെ ആവും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതിന് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 5 ദിവസം സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ മോട്ടർ വേണം, എക്സ്ട്രാ എല്ലാം കൊണ്ടുപോകണം, റോപ്പ് കൊണ്ടുപോകണം. അപ്പോൾ അതൊന്നും എനിക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മേ ബി നെക്സ്റ്റ് ഇയർ ഓർ മേ ബി ആഫ്റ്റർ ദാറ്റ് അത് എനിക്ക് വർക്ക് ചെയ്ത് പറ്റുമെങ്കിൽ എക്സ്ട്രീം ഇറങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഇറങ്ങിയിട്ടും നമുക്ക് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ, എനിക്ക് ട്രോഫി കിട്ടിയിട്ടില്ല. അപ്പൊ അതെന്റെ ഒരു വലിയ ഡ്രീം തന്നെയാണ്. അപർണയെ ഇതുവരെ ഓടിച്ചതിൽ അപർണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയി ത്രൂ ഔട്ട് ഒറ്റ ഒരു വെഹിക്കിൾ മാത്രമാണോ ഉപയോഗിച്ചിട്ടുള്ളൂ? ആണ്. ഞാൻ ഒരു വെഹിക്കിൾ, അതായത് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ബേസിക്കലി തുടങ്ങിയത് എനിക്കൊരു Thar 2019 Thar, അതായത് നമ്മുടെ നോർമൽ CRD ഗിയർ Thar ആണുള്ളത്. ആ Tharന്റെ ബേസിക്സ് പഠിക്കാനാണ് ഞാൻ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ ഇത്രയും വലിയ കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇത്രയും മോഡിഫൈഡ് വണ്ടികളുണ്ട്, ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അന്ന് ഞാനൊരു കോമ്പറ്റീഷൻ വണ്ടി ഓടിച്ചു. അത് ആ ക്ലബിന്റെ പ്രസിഡന്റിന്റെ വണ്ടിയാണ്, ബ്ലൂ വെയിൽ എന്നാണ് പേര്, പുള്ളിയുടെ വണ്ടിയായിരുന്നു. ആ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചതും അതിൽ നിന്ന് ഞാൻ ഷെയർ മേടിച്ചതും. ഞാൻ ആ വണ്ടി ഇപ്പൊ ഓൺ ചെയ്യുന്നുണ്ട്. അത് ഓടിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഞാൻ എന്താ പറയാ, ഭയങ്കര എനിക്ക് വേറൊരു ഫീൽ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്റെ പാഷൻ ആണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞൊരു 2 months ഞാൻ അതിന് ഞാൻ ലോൺ എടുത്തിട്ട് ഞാൻ ഷെയർ എടുത്തു. അപ്പൊ അത് എന്റെയും പുള്ളിയുടെയും 50-50 ഷെയറിലായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ വണ്ടികൾ അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക, പാർട്ട്നേഴ്സിനെ എടുക്കും. 2 or 3 or 4 പാർട്ട്നേഴ്സ് ഒക്കെ വരെ ഒരു വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്യും.
അപ്പോൾ ഒരു വണ്ടിക്ക് എങ്ങനെയാണോ എക്സ്പെൻസ് വരിക, ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോകേണ്ട എക്സ്പെൻസ് ഒക്കെ 50-50 ചെയ്യും. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ RFC ഞാൻ മാത്രമേ ഓടിച്ചുള്ളൂ. സോ ഐ ഹാഡ് ടു ബെയർ ഓൾ ദി എക്സ്പെൻസസ്. ഫെയർ ആണ്, അത് പുള്ളി ഓടിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ വണ്ടി തന്നെയാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ ഓടിച്ചിരിക്കുന്ന ആ വണ്ടിയാ. സാം കുര്യൻ ഇസ് ഓൾസോ നാഷണൽ ലെവൽ RFC ഒക്കെ ഓടിച്ചിട്ടുള്ള ചാമ്പ്യൻ ലെവൽ വന്നിട്ടുള്ള ആളാണ്. പുള്ളിയുടെ മെന്റർഷിപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബ്രദർ ഉണ്ട് കുര്യൻ. ഫസ്റ്റ് ട്രാക്കിൽ ഓടിക്കുന്ന വണ്ടി കുര്യന്റെ ജിപ്സിയാണ്. ഈ നമ്മളൊരു ട്രാക്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റീഷൻ എന്ന് കഴിയുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾക്കുള്ള ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് വാഷ്റൂം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വളരെ ലിമിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഹാർഡ് റിയാലിറ്റീസിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? ഒന്നും ചെയ്യാനില്ല, യു ജസ്റ്റ് ഫേസ് ഇറ്റ്. ഒന്നും ചെയ്യാനില്ല. നമുക്ക് അങ്ങനെ ഇപ്പൊ ലോക്കൽ ഇവന്റ്സിന് അതൊന്നും ഉണ്ടാവാറേ ഇല്ല. വാഷ്റൂം ഫെസിലിറ്റീസോ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയാ അടുത്തുള്ള വീടുകളിലേക്ക് തപ്പിപ്പോവുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് എൻ്റെ ബോഡി ഇപ്പം അങ്ങനെ വയേർഡാണ്. രാവിലെ ഇപ്പോൾ 6 മണിക്ക് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം ആണെങ്കിൽ അത് കഴിയുമ്പോൾ ഞാൻ അതങ്ങ് മറക്കും. എനിക്കത് ഐ തിങ്ക് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. എൻ്റെ ബോഡി അതുമായിട്ട് അങ്ങ് വയേർഡ് ആയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അതൊരു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. കാരണം ഇപ്പോൾ ലോക്കൽ ഇവന്റ്സിന് അത് വളരെ കുറവാണ്. പിന്നെ വാട്ട് യു ക്യാൻ ഡു ഇസ് വണ്ടി എടുത്ത് നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കോ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോയി ചെയ്യും. അങ്ങനെ തന്നെ അതേ ഉള്ളൂ ഓപ്ഷൻ. ഈ RFCക്ക് അവർ ഒരു HQയുടെ അവിടെ ഒരു ബയോ ടോയ്ലറ്റ് വെച്ചിരുന്നു, അവിടെ യൂസ് ചെയ്യായിരുന്നു. ബട്ട് അതർവൈസ് നമുക്കിതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അരുണാചൽ പ്രദേശിൽ ഒരു ഇവന്റിന് പോയിട്ടുണ്ട്, 2022 തോന്നുന്നു. അപ്പോൾ അവിടെ ഞാനാണ് ഫസ്റ്റ് ലേഡി ഇൻ ഇന്ത്യ ടു കോമ്പീറ്റ് ഇൻ ദിസ്. ആ ഇവന്റിന് ആരും എക്സ്പെക്ടേ ചെയ്യുന്നില്ല ഒരു ലേഡി വരുന്നുണ്ടല്ലോ. അവിടെ വാഷ്റൂംസ് ഇങ്ങനെ ടെന്റ് ആയിരുന്നു. അവിടെ എല്ലാവരും നമ്മൾ 3 ദിവസമായിരുന്നു ടെന്റാണ് നമുക്ക് തരുന്നത്. അതിന്റെ അടുത്തൊരു വാഷ്റൂം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മെയിൽ വാഷ്റൂംസാണ്. അവരങ്ങനെ ഒരു ഫീമെയിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല എന്തോ. അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മളും പോയി അങ്ങ് കുളിക്കണം. ഇത്രയും ദിവസം ഉണ്ടല്ലോ നമുക്ക് കുളിക്കാൻ ഒക്കെ വേണ്ടേ. നമ്മള് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഒന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോ നമുക്ക് ഈ ഒരു പാഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? സമയമെടുക്കും അത്. എന്നുവെച്ചാൽ ബേബി ആയെങ്കിൽ, കാരണം ഇത് ഫിസിക്കലി വളരെ ഡിമാൻഡിങ് ആണ്. നമുക്ക് ഇഞ്ചുറീസ് ഇപ്പോൾ മെയിൽ എന്തൊക്കെ പറഞ്ഞാലും മെയിൽ ബോഡി പോലെയല്ല നമ്മുടെ ബോഡി. അപ്പോൾ ഈ പറയുന്ന വലിയ ചാട്ടം കുത്തനെയുള്ള ഇറക്കവും ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി അതനുസരിച്ച് ബുദ്ധിമുട്ടിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതിന് മുൻപാണെങ്കിലും നമ്മൾ അതുപോലെ പ്രിക്കോഷൻ എടുക്കണം. കാരണം ഇത് അറിയാലോ, ഇങ്ങനെ അടിച്ച് വന്ന് വീഴും. അപ്പൊ നമ്മുടെ ഫുൾ ബോഡി ഓർഗൻസിന് അത് ഇഷ്യൂ ആവാം ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കെയർഫുൾ ആയിരിക്കണം. അപർണയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടെന്ന് പറയില്ലേ. അത് അതായത് ഇതൊരു നമ്മൾ കേൾക്കുമ്പോൾ എവിടെയും ഒരു കേക്ക് വോക്കുള്ള ഏരിയ ഒരു പ്രൊഫഷൻ അല്ല, ഒരു ഹോബി അല്ല, പാഷൻ അല്ല, ഒന്നുമല്ല. പക്ഷെ അപർണയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അപർണ എന്ത് ഹഡിൽസും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതിലൂടെ നടന്ന് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ്. അപ്പോൾ ബേസിക്കലി വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണോ അപർണ? അതുകൊണ്ടാണോ ഇതൊക്കെ റിയലൈസ് അല്ലെങ്കിൽ ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് അതിലൊരു ഡെഡിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ പറയുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമുക്ക് ഇതിന് നടത്തിയെടുക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തേ പറ്റൂ. അപ്പൊ ഞാനും ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നിടത്ത് പറയാറുണ്ട്, ചിലരൊന്ന് പറയും, ഓ ഹസ്ബൻഡ് പേ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ പേ ചെയ്യുന്നുണ്ടോ, യു ആർ ഫ്രം എ റിച്ച് ഫാമിലി. നോ, ഐ എം നോട്ട്. ആൻഡ് എൻ്റെ ഹസ്ബൻഡോ അച്ഛനോ അല്ല എനിക്ക് ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിന്ന് എൻ്റെ എനർജിയും എൻ്റെ ഇതെല്ലാം ഇതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഐ എം വർക്കിംഗ്. എന്നിട്ട് ഞാൻ ഇത് റിയലൈസ് ചെയ്യുക. യങ് ഗേൾസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, ഇപ്പോൾ 17-18 ഒക്കെ ഉള്ള കുട്ടികൾ വന്ന് ചോദിക്കാം, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത്, പാഷൻ ആണോ ഫോളോ ചെയ്യേണ്ടത്, ഞാൻ നമ്മൾ ഇല്ല, യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു സ്റ്റഡി. എന്താ വെച്ചാൽ ബേസ് ഉണ്ടാക്കുക, എന്നിട്ട് വാട്ട് എവർ യു വോണ്ട് യു ഡു. ഒരു ഓഫ് റോഡ് എന്തൂസിയാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നിറച്ച് ടാറ്റു ഒക്കെ ചെയ്ത വളരെ വ്യത്യസ്തമായ ആളുകൾ കാണുമ്പോഴത്തേക്കും ആൾക്കൂട്ടത്തിൽ മാറി നിൽക്കുന്ന ഒരാൾ എന്നുള്ളതായിരിക്കും. അപർണ ജസ്റ്റ് ലൈക്ക് ഇനി അത് സാധാരണ ആളെ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ടോ, അപർണ അങ്ങനത്തെ ഒരു ലുക്ക് ഇല്ലല്ലോ, അങ്ങനെ ചോദിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്ന അതാണ്. അതായത് യു ഡോണ്ട് ലുക്ക് ലൈക്ക് ദാറ്റ് നിങ്ങൾ പറയും. ഞാൻ ഇങ്ങനെ പറയും, ഓ ആണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ഫണ്ണിയാണ്, പക്ഷെ ആക്ച്വലി അത് ഭയങ്കര ഒരു ഇതല്ലേ, എന്തിനാ യു ഡോണ്ട് ഹാവ് ടു ലുക്ക് എ സർട്ടൻ വേ അല്ലേ. നമുക്ക്
യു കെൻ ബി എ വെരി ഗേളി ഗേൾ ആൻഡ് ഓൾസോ ഹാവ് ഇങ്ങനത്തെ ഒരു പാഷൻ. അത് ഇപ്പൊ എന്റെ വീട്ടിൽ വന്നാൽ വീണയ്ക്ക് ഇപ്പൊ എന്റെ റൂമിൽ വന്നാൽ കാണാൻ കുറെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും എനിക്ക് ഇഷ്ടം അതൊക്കെ. ബട്ട് എന്റെ പാഷൻ ഹാപ്പൻസ് ടു ബി ഇച്ചിരി സോ കോൾഡ് മാസ്കുലിൻ. പക്ഷെ രണ്ടും എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്ന കമന്റ്സ് അതാണ്, ഇതെന്താ ഇങ്ങനെ ആണോ എന്ന് ഇങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആവും അവർ ആൾക്കാർ. ഞാൻ പറയും നോ നോ യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ലൈക്ക് ദാറ്റ്. സ്റ്റീരിയോടൈപ്സ് ആണെല്ലാം. സത്യം അതാണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കേരളത്തിൽ നിന്നുള്ള മോഡിഫൈഡ് വെഹിക്കിൾസിനൊക്കെ കുറച്ച് ഫാൻ ഫോളോയിങ് കൂടുതലുള്ള സംഭവം ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടോ? ആക്ച്വലി ഏത് സ്റ്റേറ്റിൽ പോയാലും നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസും റെസ്പെക്റ്റും ഭീകരമാണ്. അത് പറയാൻ എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വളരെ ടേസ്റ്റ്ഫുള്ളി ഡൺ ആണ്. ശരിക്കും നമ്മൾ വേറെ വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ വണ്ടികളൊക്കെ റോഡ് യൂസിന് വേണ്ടിയിട്ടല്ല. ഇതിപ്പോ നോർമലി മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോമ്പറ്റീഷൻസിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാണെങ്കിലും ഇറ്റ് ഈസ് എന്താ പറയാ വെൽ റിസീവ്ഡ്. ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയാലും കേരള വണ്ടി അല്ലെങ്കിൽ കേരള ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ് വരുന്നത്. ഡ്രൈവിംഗ് ആണെങ്കിലും നമ്മുടെ ട്രാക്സ് ഒക്കെ കുറച്ചും കൂടെ ടെക്നിക്കലാണ്. അപ്പൊ അവരെപ്പോഴും നല്ല റെസ്പെക്റ്റോടുകൂടിയാണ് നമ്മുടെ വണ്ടിയും ഡ്രൈവറേയും കാണുന്നത്. നമ്മുടെ വണ്ടി വന്ന് നോക്കും. കലയിന്നൊക്കെ വന്നവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ സ്വിച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത്, അതെവിടെ, അത്രയും ബേസിക് കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മുടെ വണ്ടിക്കൊക്കെ നല്ലൊരു പ്രത്യേകതയാണ്. നമുക്ക് എല്ലാ വണ്ടികളും യുണീക്കുവാ. ആൾക്കാർക്ക് ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്. അതൊരു സത്യമാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നോർമലി നോക്കിയാലും അറിയാലോ. ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റ് തൊട്ട് ഏത് വണ്ടി എടുത്തോട്ടെ നല്ലോണം ചെയ്ത് നല്ലോണം എന്താ പറയുക അതിനെ പൊന്നുപോലെ നോക്കുന്നവരെയാ കണ്ടിരിക്കുന്നത് എല്ലാ വണ്ടിയും. അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികളും ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്. What I understood from the conversation is that you are a brave girl and wishing you all the very best. അപർണ, ഇനി ഒരുപാട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. അല്ലെ, കൂടുതൽ ഉയരങ്ങളിലെത്തിയ അപർണയെ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വീണ. താങ്ക് യു.